യെസ് ഹലോ ഓൾ. നമ്മുടെ എസ് എസ് സി സി ജി എൽ 2024 എസ് എസ് സി സി ജി എൽ 2024 ടയർ 2 അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എന്നാണ് അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആവുക എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനാണ്. നോട്ടിഫിക്കേഷൻ ഇന്ന് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഡേറ്റ് പറയുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ ആ ഡേറ്റ് ഒന്ന് പറയുകയാണ്. ടയർ 2 എഴുതുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് 14/1/2025 ഈ ഒരു അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആവും. 4 ദിവസം മുമ്പ് അവൈലബിൾ ആവും. 4 ദിവസം മുമ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്ക്രൈബ് കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾ സ്വന്തമായിട്ട് സ്ക്രൈബിനെ കൊണ്ടുവരും, നിങ്ങളുടെ സ്ക്രൈബ് ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് സ്ക്രൈബിനെ രജിസ്റ്റർ ചെയ്യാൻ 13/1/2025 വരെ 13-ാം തീയതി വരെയാണ് സമയമുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിറ്റ് കാർഡുമായിട്ട് നിങ്ങൾ എക്സാം ഹാളിൽ കയറുന്ന പോലെ സ്ക്രൈബിന് ഒരു സ്ക്രൈബ് പാസ് ഉണ്ട്. ആ സ്ക്രൈബ് എൻട്രി പാസ് നിങ്ങൾക്ക് 14-ാം തീയതി മുതൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 18 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ദിശ അക്കാദമിന്റെ ഭാഗമായിട്ട് ഒരു ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. ഈ വരുന്ന വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ നിലവിൽ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനൊന്നും മടിക്കണ്ട. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ 18 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിൽ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. നല്ലൊരു അവസരമാണ് ഇത്തവണ വന്നിട്ടുള്ളത് അല്ലേ. ഈ വരുന്ന ടയർ 2 നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ജോലി തന്നെ 20,000-ഓടടുത്ത് പോസ്റ്റുകൾ 18,000 എന്നുള്ള നിലയിലേക്ക് പോസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാനും നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇന്ന് സിറ്റീൻ്റെ ഡേറ്റ് എവിടെയാണ് സിറ്റി എന്നുള്ളതൊക്കെ കൺഫേം ചെയ്തതിന് ശേഷം കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ സിറ്റിക്ക് അനുസരിച്ച് പ്ലാൻ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരു തവണ കൂടെ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ട് നിർത്തുന്നു. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ യാതൊരു മടി കാണിക്കേണ്ടതില്ല. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.